ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമുക്കിന്ന് നല്ല ചൂര മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കറി വെച്ചാലോ? തനി നാടൻ സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്. ചൂര മീനിനെ നല്ല കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ അരപ്പിന് വേണ്ടി മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, തേങ്ങ, പുളി, ഉള്ളി എന്നിവ നല്ലപോലെ അരച്ചെടുക്കുക. അതിനുശേഷം അതിൽ തന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പേസ്റ്റിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാനുള്ള സാധനങ്ങൾ നോക്കാം. തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചമുളക് എന്നിവ ഇതേപോലെ നീളത്തിന് അരിയുക. ചിലരാണെങ്കിൽ ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കും. പക്ഷെ അതിനെക്കാട്ടിയും നല്ലത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിടുന്നതാണ്. എങ്കിലേ കറിക്കൊരു സ്വാദുണ്ടാവും. അങ്ങനെ എല്ലാം അരിഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ മീൻ കറി ഉണ്ടാക്കാൻ എപ്പോഴും മൺചട്ടിയാണ് നല്ലത്. അതുകൊണ്ട് എല്ലാവരും മൺചട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ വിറകടുപ്പുള്ളവരാണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണേ. ഇനി നമുക്ക് അടുപ്പിൽ മൺചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക എന്നിവ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ വെള്ളം ഈ ജാറിൽ തന്നെ വീഴ്ത്തിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് തിള വരുമ്പോഴത്തേനും നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ചൂര മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതേപോലെ നല്ല ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.